സഭയിൽ നിരന്തരമായിട്ടുള്ള സംഘർഷമാണ്. പക്ഷേ പ്രമേയം അറിയിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല. മുസ്ലിം ലീഗ് അംഗങ്ങൾ പ്രമേയത്തിന് ചില ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നല്ലോ. നിർദ്ദേശിച്ചിരുന്നു. അപ്പൊ അല്ല, അത് അറിയാതെ എങ്ങനെ ഭേദഗതി നിർദ്ദേശിക്കുക? രേഖാമൂലല്ലേ ഭേദഗതി നിർദ്ദേശിക്കുന്നത്? അതെ ഞാൻ പറഞ്ഞത്. അപ്പൊ പ്രതിപക്ഷത്ത് തന്നെ ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ചില അംഗങ്ങൾക്ക് ഈ ഔദ്യോഗികമായിട്ട് അവർ ബഹിഷ്കരിക്കില്ല, എങ്ങനെ അറിയിക്കാൻ പറ്റും? എങ്ങനെ? ഇന്നലെ ഞാൻ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ പ്രതിപക്ഷ രാവിലെ തന്നെ അസാധാരണമായ നിലയിൽ ചോദ്യോത്തരവേള തന്നെ തടസ്സപ്പെടുത്തുകയും ബഹളം വെച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. സഭയ്ക്ക് പുറത്ത് അവരില്ലല്ലോ. സാധാരണ സ്വീകരിക്കുന്നത് എന്താ? സഭയിൽ ചെന്നാണ് ഞാൻ അപ്പുറത്ത് പോവും, അവിടെ സംസാരിക്കും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ടുള്ള സ്ഥിതി, ഇന്നലത്തെ അന്തരീക്ഷം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇന്നലെ ഹഡിൽസ് ചാടുന്നത് പോലെ പ്രതിപക്ഷാംഗങ്ങൾ ഡയസിലേക്ക് ചാടി കയറുകയും ഏറ്റുമുട്ടൽ നടത്തുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭം പ്രതിപക്ഷവുമായിട്ട് ഇത്തരമൊരു കാര്യം ചർച്ച ചെയ്യാൻ പറ്റിയതാണോ? അതൊക്കെ തൊടുന്യായം. ഞാൻ പറയുന്നത് അവർക്ക് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കിട്ടുമല്ലോ. ഇതാ ഞങ്ങൾക്ക് ഇങ്ങനൊരു റിസർവേഷൻ ഉണ്ട്, എങ്കിലും കേരളത്തിന്റെ താല്പര്യമായതുകൊണ്ട് എന്ന് അവിടെ അദ്ദേഹം പറയാൻ അവസരമുള്ള ആളല്ലേ. എന്റെ ചോദ്യം, മുസ്ലിം ലീഗ് അംഗങ്ങൾ ഭേദഗതി തന്നത് എന്ത് താല്പര്യത്തിലാണ്? ഈ പ്രമേയത്തിന്റെ കൂടെ ഈ പ്രമേയം പാസാക്കണമെന്ന് നോക്കൂ, നിങ്ങളെല്ലാത്തിലും പ്രതിപക്ഷത്തിനെ ന്യായീകരിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്. അത് പ്രതിപക്ഷം ഈ പ്രമേയത്തെ കൂടെ നിൽക്കാതെ ബഹിഷ്കരിച്ചിട്ട് പ്രതിപക്ഷത്തിന്റെ തൊടുന്യായത്തിന് പിന്തുണയ്ക്കുക എന്നത് രാജാവിനേക്കാൾ തൊടുന്യായമാണ്. നോക്കൂ, കേന്ദ്ര സർക്കാർ പ്രമേയം സർക്കുലേറ്റ് ചെയ്തതാണ്. സർക്കുലേറ്റ് ചെയ്ത പ്രമേയമല്ലേ? രഹസ്യമായിട്ട് കൊണ്ടുവച്ചതാണോ? സർക്കുലേറ്റ് ചെയ്ത പ്രമേയമായതുകൊണ്ടല്ലേ ലീഗിന്റെ ചില അംഗങ്ങൾ, ശുദ്ധഗതിക്കാരായിട്ടുള്ള അംഗങ്ങൾ, ഇതൊന്നും മനസ്സിലാവാത്തോണ്ടായിരിക്കും അവര് ഭേദഗതി തന്നത്. അപ്പൊ കോൺഗ്രസ് സമ്മർദ്ദത്തിന് വഴങ്ങി ലീഗിന്റെ അംഗങ്ങൾക്ക് പോലും, ഭേദഗതി തന്നവർക്ക് പോലും ബഹിഷ്കരിക്കേണ്ടി വന്നു എന്നുള്ളതല്ലേ വ്യക്തമാവുന്നത്. നോക്കൂ, പ്രതിപക്ഷ നേതാവിന് ബാക്കി പറയാനുള്ള കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിപ്പോയത്, അല്ലെ? അപ്പൊ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവര് സഭയിൽ പറയുന്നുണ്ട്. ഇത് അവർക്ക് ആവശ്യമില്ല എന്നാണ് പ്രശ്നം. കേരളത്തോട് കാണിക്കുന്ന വിവേചനം, പക ഞങ്ങളുടെ വിഷയമല്ല, അതിൽ തൊടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ബാക്കി പ്രതിപക്ഷ നേതാവ് അവിടെ ഇരുന്ന് പറയാനുള്ള എല്ലാം പറഞ്ഞിട്ടല്ലേ പോയിട്ടുള്ളൂ. അത് അവരോടാ ചോദിക്കേണ്ടത്, ഞങ്ങളോടല്ല. കേരളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഏത് കാര്യത്തിൽ അവർ നിന്നത്? ഇതാദ്യമാണോ? ചട്ടം 300 പ്രകാരം ഇതിനു മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് ധനകാര്യമന്ത്രി അവതരിപ്പിച്ചു, വിശദമായി. ഇപ്പോഴല്ലാട്ടോ, 3 വർഷം മുമ്പ് അവരോട് ആലോചിച്ചിട്ട് അവതരിപ്പിച്ചു. എന്തായിരുന്നു അനുഭവം? തടസ്സപ്പെടുത്തുകയല്ലേ ചെയ്തത്. ഏത് കാര്യത്തിലാണ് കേരളത്തിന്റെ താല്പര്യം വന്ന സമയത്ത് അവർ പിന്തുണയ്ക്കാൻ തയ്യാറായിട്ടുള്ളത്, ഒറ്റക്കെട്ടായി നിന്നിട്ടുള്ളത്? ഏതെങ്കിലും ഒരു സന്ദർഭം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ന്യായം പറയുന്നതിൽ അർത്ഥമില്ല. പ്രമേയം സർക്കുലേറ്റ് ചെയ്തതാണ്. അതിൽ കൂടുതൽ അവരുമായിട്ട് ചർച്ച നടത്താൻ പറ്റാത്ത അന്തരീക്ഷം അവർ തന്നെ സഭയിൽ സൃഷ്ടിച്ചതുമാണ്. എന്നിട്ടും സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള പ്രമേയമാണ്. അവർക്ക് ഭേദഗതികൾ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുമായിരുന്നു ഗവൺമെന്റ്. അവരുണ്ടെങ്കിൽ പരിഗണിക്കുമായിരുന്നല്ലോ തീർച്ചയായിട്ടും. നോക്കൂ, കേരളത്തിന്റെ പൊതുവായ വികാരം അറിയിക്കേണ്ട കാര്യത്തിൽ നിൽക്കേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനില്ല എന്നാണോ? അങ്ങനെയാണോ? ഇവര് VBG റാംജി നിയമം പാസാക്കിയ ദിവസം പാരഡി പാടി അശ്ലീലം കാണിച്ചവരാണ് പ്രതിപക്ഷ എംപിമാർ. ഡൽഹി മുതൽ തിരുവനന്തപുരത്ത് നിയമസഭ വരെ. എന്താണ് ഇവർ സ്വീകരിച്ച സമീപനം? ഈ കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവരൊപ്പം നിന്നിട്ടുണ്ടോ? ഇമാതിരി
തൊടുന്യായങ്ങൾ പറയുക എന്നല്ലാതെ അവർ നിന്നിട്ടുണ്ടോ? ഇപ്പോ ഒട്ടും നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരെയാണ്. BJPയെ പിണക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ രാഷ്ട്രീയമാണ് തുറന്നു കാണിക്കപ്പെട്ടത്. BJPക്ക് ഒരു അലോസരവും ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന രാഷ്ട്രീയം തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് കടുത്ത നടപടിയിലേക്കൊന്നും പോവാതിരുന്നത്. ഇനി അതൊരു ന്യായം പറയാൻ പ്രതിപക്ഷത്തിന് അവസരം വരണ്ട. ഞങ്ങളുടെ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഈ ചട്ടം 118 പ്രമേയവുമായിട്ട് എങ്ങനെ സഹകരിക്കും? അതുപോലും ചെയ്തിട്ടില്ലല്ലോ. അതുപോലും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ലോക്സഭയിൽ സസ്പെൻഡ് ചെയ്തില്ലേ? ഇവിടെ അപലപിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അങ്ങനെ ഒരു ന്യായം പറയണ്ട എന്ന് വെച്ച് ഇത്രയും അക്രമം അവർ കാണിച്ചിട്ടും അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് അവർക്ക് കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങളിൽ കൂടെ നിൽക്കാൻ എത്രയോ അവസരങ്ങളുണ്ടായി. ഈ അവസരം മാത്രമല്ല, എല്ലാ അവസരത്തിലും അവർ കേരളത്തിനെതിരായിട്ടാണ് നിന്നത്. BJP ഗവൺമെന്റിന്റെ കൂടെയാണ് നിന്നത്. അല്പം മുമ്പ് നിയമകാര്യമന്ത്രി ഇവിടെ ഒരു രേഖ ഉദ്ധരിച്ചു. നിയമസഭയിൽ തന്നെ വിളിച്ച ചർച്ചയുടെ അനുഭവം എന്തായിരുന്നു? ചർച്ചയ്ക്ക് വിളിച്ച് ബഹിഷ്കരിച്ച് അത് നിങ്ങൾ ആരെയാണ് ന്യായീകരിക്കുന്നത്? ഇപ്പൊ സ്പീക്കർ ചർച്ചയ്ക്ക് വിളിച്ചു, ഞങ്ങളെല്ലാം പോയി കാത്തിരുന്നു. വരില്ല എന്ന് അറിയിക്കാനുള്ള മര്യാദ പോലും ഒന്നും പ്രതിപക്ഷം കാണിച്ചില്ല. അവസാനം സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, വരുന്നില്ലെങ്കിൽ അത് അറിയിക്കാനുള്ള മര്യാദയെങ്കിലും വേണ്ടേ? അത്രയും മര്യാദ കാണിക്കാത്ത ഒരു പ്രതിപക്ഷത്തിൽ നിന്ന് ആ പ്രതിപക്ഷത്തെ എന്തിനാണ് നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ സ്പീക്കറെ അപമാനിച്ച, സാധാരണ സ്പീക്കർ വിളിച്ച ചർച്ചയിൽ നിന്ന് ആരും വിട്ടു നിൽക്കില്ല. ശരി, ഗവൺമെന്റിനോടാണ് എതിർപ്പ്. സ്പീക്കർ വിളിച്ച ചർച്ചയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട കാര്യം എന്താ? ഞാൻ വിളിച്ച ചർച്ചയാണ്, പാർലമെന്ററി കാര്യമന്ത്രി വിളിച്ചതാണെങ്കിൽ വിട്ടു നിൽക്കുന്നതിൽ പിന്നെയും മനസ്സിലാക്കാം. സ്പീക്കർ വിളിച്ച ചർച്ചയിൽ നിന്ന് വിട്ടിൽ നിൽക്കുന്ന, വരില്ലെന്ന് അറിയിക്കാനുള്ള സാമാന്യമായ മര്യാദ പോലും കാണിക്കാത്ത ഒരു പ്രതിപക്ഷത്തെ നിങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിളിക്കില്ല. അതല്ലേ പ്രമേയത്തിന്റെ അമെന്റ്മെന്റിലും കണ്ടത്. ഭേദഗതി നിർദ്ദേശിച്ച MLA-മാരുടെ അവകാശം പ്രതിപക്ഷ നേതാവ് കവർന്നെടുക്കല്ലേ ചെയ്തത്. അപ്പൊ എന്തിനാ ഭേദഗതി നിർദ്ദേശിക്കുന്നത്? ഭേദഗതി നിർദ്ദേശിച്ചല്ലോ ചിലര്. ആ അവകാശം പ്രതിപക്ഷ നേതാവ് കവർന്നെടുത്തില്ലേ അവരുടെ? എന്നിട്ട് ആരാണ്? ഞങ്ങളാണ് കുറ്റക്കാർ, അവരാണ്. സ്വന്തം അംഗങ്ങളുടെ അവകാശം പോലും അംഗീകരിക്കുന്നില്ല. കേൾക്കുന്നില്ല. അതൊന്നും അല്ലെ, എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയാണല്ലോ. SIT 2017 അതിന് മുമ്പുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഹൈക്കോടതി അനുമതി കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്കൊന്ന് 2004 മുതലുള്ള കാര്യങ്ങളിലേക്ക് അല്ലേ ഹൈക്കോടതി അന്വേഷണം വ്യാപിപ്പിക്കാൻ പറഞ്ഞത്. അതാണ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത്. അന്വേഷണം തുടങ്ങിയപ്പോൾ ഇതിന്റെ സ്കോപ്പ് വർദ്ധിച്ചു എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അന്വേഷിക്കട്ടെ, എല്ലാ കാര്യങ്ങളും പുറത്തു വരട്ടെ. പ്രതിപക്ഷം ആരോപിക്കുന്നത് ഞങ്ങളെന്തോ സോണിയാഗാന്ധിയെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ വലിച്ചിഴച്ചിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹവുമില്ല, ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ച കാര്യവുമല്ല. ഇത് സോണിയാഗാന്ധിയിൽ വരെ എത്തുമെന്നത് ഞങ്ങളാരും വിചാരിച്ച കാര്യമല്ല. ആരാ വലിച്ചിഴച്ചത്? വലിച്ചിഴച്ചത് രണ്ടുപേരാണ്. ഒന്ന് UDF കൺവീനറും പിന്നെ പത്തനംതിട്ടയിലെ MP-യും. ഈ രണ്ടുപേരല്ലേ സോണിയാഗാന്ധിയെ വലിച്ചിഴച്ചത്. ഈ സ്വർണം കട്ടവനെയും കട്ട മുതൽ വിറ്റവനെയും വിറ്റ മുതൽ വാങ്ങിയവനെയും ഒരുമിച്ച് വലിച്ചിഴച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിച്ചത് ആരാണ്? ഈ രണ്ട് കോൺഗ്രസ് നേതാക്കളല്ലേ? എന്നിട്ട് അതിന്റെ വഴി ഞങ്ങൾക്കാണോ? ആ പടങ്ങൾ പുറത്തു വന്നതല്ലേ? അപ്പൊ അത് ഞങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതാണോ? ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെയാണ് Z+ കാറ്റഗറി സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ ഈ കൊടും ക്രിമിനലുകൾക്ക്, മോഷ്ടാക്കൾക്ക്
പ്രവേശിക്കാൻ അവസരമുണ്ടായത്. രണ്ട് കാര്യമാണ്. സാധാരണക്കാരന് പോലും കയറാൻ പറ്റാത്ത വസതി. കെ കരുണാകരനും ശശി തരൂരിനും വരെ മുമ്പിൽ വാതിലുകൾ തുറന്നിട്ടില്ലാത്ത അതീവ സുരക്ഷാ മേഖലയിലുള്ള വസതി. അവിടെ കയറിയതാരാ? അവിടെ കയറിയത് കൊടും ക്രിമിനലുകൾ, മോഷ്ടാക്കൾ. ഒന്നല്ല, 3 പേർ. അവരെ കൊണ്ടുപോയതാരാ? 2 കോൺഗ്രസ് എംപിമാർ. അതിനുള്ള ഉത്തരല്ലേ പറയേണ്ടത്. പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നിയമസഭയിൽ ഉത്തരം പറയേണ്ട ഒരു കാര്യത്തിന് അദ്ദേഹം ഉത്തരം പറയില്ല. പിന്നെ പുറത്തിറങ്ങി വന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായിട്ടുള്ള പ്രകടനം. സഭയിൽ നിന്ന് ഞങ്ങൾ ആവർത്തിച്ചു വെച്ചല്ലോ, ആരാണ് സോണിയാഗാന്ധി ഇതിലേക്ക് വലിച്ചഴിച്ചത്? അത് കോൺഗ്രസ് ആണ് പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കാനുള്ള ധൈര്യം കോൺഗ്രസിനുണ്ടാവുമോ? എന്തുകൊണ്ടാണ് ധൈര്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് ധൈര്യമില്ലാത്തത്? ആദ്യത്തെ വെളിപ്പെടുത്തൽ ആരുടെയാണ്? പോറ്റിയുടേതാണ്. കാണാനില്ല എന്നുള്ള വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ നിയമസഭയിൽ ഉന്നയിച്ചതാരാണ്? പ്രതിപക്ഷ നേതാവാണ്. ആര് തമ്മിലാണ് അന്തർധാര? പോക്കറ്റടിക്കാരൻ പോക്കറ്റടിച്ചിട്ട് ഓടുന്നത് പോലെയല്ലേ പോറ്റി സ്വർണം കാണാനില്ല എന്ന് വെളിപ്പെടുത്തിയത്? പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നല്ലേ കണ്ടെത്തിയത്? ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണോ? നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണല്ലോ, ഉത്സവപ്പറമ്പിൽ പോക്കറ്റടിച്ചിട്ട് ഓടുക, പോക്കറ്റടിച്ച് എന്നും പറഞ്ഞിട്ട്. അതുപോലെ ഓടിയ പോറ്റിയുടെ വെളിപ്പെടുത്തൽ നിയമസഭയിൽ ഉന്നയിച്ച ആള് പ്രതിപക്ഷ നേതാവാണ്. ഈ അന്തർധാരകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തത്. UDF കൺവീനർക്ക് സമ്മാനപ്പതി കൊടുത്തില്ലേ? ആര്? ഈ മുഖ്യപ്രതി അല്ലേ? വാർത്തകളിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി. UDF കൺവീനറുടെ വിശദീകരണം എല്ലാവർക്കും വളരെ പെട്ടെന്ന്, നിങ്ങൾക്കെല്ലാവർക്കും, ഞാൻ മാധ്യമങ്ങൾക്കാ പറഞ്ഞു, അത് വിഴുങ്ങുകയും ചെയ്തു. എന്തായിരുന്നു? ആ സമ്മാനപ്പൊതിയിൽ വെറും ഈന്തപ്പഴം മാത്രമായിരുന്നു എന്നാണ്. അല്ലെ? പഴയ ഈന്തപ്പഴത്തിന്റെ കഥ ഓർമ്മയുണ്ടോ? അത് കേരളത്തിൽ എത്ര ദിവസമായിരുന്നു പ്രൈം ടൈം ചർച്ചയായത്? അത് കേരളത്തിൽ എത്ര ദിവസമായിരുന്നു ലീഡായിട്ട് ഓടിയത്? പഴയ ഈന്തപ്പഴത്തിന്റെ കഥ. ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണമുണ്ട് എന്ന് ദിവസങ്ങളോളം ചർച്ച ചെയ്തവരും അച്ചടിച്ച് പ്രചരിപ്പിച്ചവരുമാണ് UDF കൺവീനർ പാവം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈന്തപ്പഴം കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അത് വിശ്വസിച്ചത് അല്ലേ? കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ സമ്മാനപ്പൊതി ഈന്തപ്പഴമാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം നിഷ്കളങ്കരാണെങ്കിൽ വിശ്വസിക്കട്ടെ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലൊരാള് കൊടുത്ത സമ്മാനം വെറും ഈന്തപ്പഴമാണ്. ആ ഈന്തപ്പഴത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പഴയ ഒരു ഈന്തപ്പഴത്തിൽ സ്വർണം തെരഞ്ഞു പോയവരാണ്. ഞാനിന്ന് ചോദിച്ചല്ലോ, ഏത് വാക്കാണ് അധിക്ഷേപകരമായിട്ട് ഉന്നയിച്ചത്? ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അക്ഷരം. പ്രതിപക്ഷ നേതാവ് മിണ്ടിയില്ലല്ലോ. ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ ആരോപണങ്ങളും. ഇതാണ് സ്ഥിതി. ഞാൻ സ്പീക്കറോടും പറഞ്ഞു, അങ്ങേക്ക് പരിശോധിക്കാം, ഏതെങ്കിലും ഒരു വാക്ക് അതിൽ അധിക്ഷേപകരമായിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്താം, ശാസിക്കാം. ഞങ്ങളൊന്നും അറിയാതെ പോലും ഒരാളെ കുറിച്ചും ഒരു മോശം വാക്ക് പറയുന്നവരല്ല. പറയാൻ പറ്റുമോ? സഭയിലോ പുറത്തോ ആർക്കെങ്കിലുമെതിരെ നിങ്ങളുടെ ഫയലൊക്കെ ഉണ്ടാവുമല്ലോ. രാഷ്ട്രീയ വിമർശനം ശക്തമായിട്ട് നടത്തും. ഒരു മോശം വാക്ക് ഉച്ചരിച്ചതായിട്ട് പറയാൻ പറ്റും? ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ, അങ്ങ് മന്ത്രി ശിവൻകുട്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും ഞാൻ പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും മിണ്ടിയില്ലല്ലോ.